ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ എം അബ്ബാസ്, അതുപോലെ സ്കൂൾ മാനേജർ ശ്രീ ശങ്കരനാരായണ ശർമ്മ സാർ, PTA പ്രസിഡന്റ് ശ്രീ കമറുദ്ദീൻ പാടലെടുക്ക. നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ ഏടുകൂടി തുന്നിച്ചേർക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ വർഷം കുട്ടികൾ കാഴ്ചവെച്ചത്. ഉപജില്ലാതലത്തിൽ നടന്ന ഗെയിംസ് മത്സരത്തിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സബ് ജൂനിയർ മത്സരത്തിൽ നമ്മുടെ കുട്ടികൾ വിജയികളായി വന്നിരിക്കുകയാണ്. അവരെ അഭിനന്ദിക്കുക എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. സബ് ജില്ലാ മത്സരത്തിൽ അത്ലറ്റിക് മത്സരത്തിൽ 4x100 മീറ്റർ റിലേയിൽ കുട്ടികൾ UP കിഡ്ഡീസ് വിഭാഗത്തിൽ മത്സരിച്ച് വിജയിച്ചിരിക്കുന്നു. ഫുട്ബോൾ മത്സരത്തിൽ സബ് ജില്ലയെ പ്രതിനിധീകരിച്ച് ഫൽഖുൽ ആബിദ് ഇവരൊക്കെ, അതുപോലെ LP കിഡ്ഡീസ് ലോങ് ജമ്പ് മത്സരത്തിൽ വിജയിയായ 4ാം ക്ലാസ്സിലെ റിസ, UP കിഡ്ഡീസ് വിഭാഗത്തിൽ സെക്കൻഡ് നേടിയ റിഫ, 100 മീറ്ററിൽ തേർഡ് കരസ്ഥമാക്കിയ ആരാധ്യ, ഇങ്ങനെയുള്ള മുഴുവൻ കുട്ടികളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ടേബിൾ ടെന്നീസ് ഇതിൻ്റെയൊക്കെ പരിശീലനം നൽകുന്ന 2 അധ്യാപകരാണ് പ്രധാനമായും. സിദ്ധാർത്ഥും അതുപോലെ ആൽബിൻ ജോർജുമാണ് ഇതിന് പിന്നിൽ അവർ വേണ്ട സഹായം ചെയ്ത് അവരെയും ഈ ഘട്ടത്തിൽ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ച സ്കൂളാണിത്. അപ്പോൾ ഈ സ്കൂള് നമ്മുടെ ഈ വർഷം നമ്മുടെ സബ് ജില്ലയിൽ 39ഓളം പേര് വിജയികളാകുക എന്ന് പറഞ്ഞാൽ ആ സന്തോഷം, എത്ര സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ. അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ കുട്ടികൾ, നിങ്ങളാണ് നമ്മളെ സ്കൂളിൻ്റെ പ്രതീക്ഷ, നിങ്ങൾ കൈവിടില്ല എന്ന് നിങ്ങൾ തെളിയിച്ചു. അപ്പോൾ നമ്മുടെ ബദിയടുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ಅಧ್ಯಾಪಕರಿಗೂ ನಾನು ಅವರೆയും കൂടി ಅಭಿನಂದಿക്കുകയാണ്. ಸಬ್ ಜಿಲ್ಲಾ ಆಟೋಟಗಳು ಯೂಟ್ಯೂಬಿನಲ್ಲಿ ನೇರವಾಗಿ ಬರ್ತಾಯಿತ್ತು. ನಾನು ನಮ್ಮ ಮಕ್ಕಳನ್ನು, ನಮ್ಮ ಅಧ್ಯಾಪಕರನ್ನು ಎಲ್ಲಿ ಕಾಣ್ತದೆ ಅಂತ ನೋಡ್ತಾ ಇದ್ದೆ. ಹಾಗೆ ನೋಡಿದಾಗ ನನಗೆ ರಿಲೇ ಸಂಗತಿ ನೋಡಿದಾಗ ಬಹಳ ಖುಷಿಯಾಯಿತು. ನಾನು ಕೂಡ ಅಬ್ಬಾಸ್ ಹೇಳಿದಾಗೆ 66ರಿಂದ 72ರವರೆಗೆ ಇಲ್ಲಿ ಹಳೆ ವಿದ್ಯಾರ್ಥಿ. ಈ ಶಾಲೆಯಲ್ಲೇ 7ನೇವರೆಗೆ ಕಲಿತು ಆಮೇಲೆ ನೀರ್ಚಾಲಿಗೆ ಹೋಗಿ ನನ್ನ ವಿದ್ಯಾಭ್ಯಾಸವನ್ನು ಮುಂದುವರಿಸಿತು. ಹಾಗಾಗಿ ನೀವು 4x100 ಮೀಟರ್ ರಿಲೇಯಲ್ಲಿ ನಾನು ನಿಜವಾಗಿ ಊಹಿಸಿರಲಿಲ್ಲ. ಅಂದರೆ ಅದರಲ್ಲಿ ಆ ಲಾಸ್ಟು 100 ಮೀಟರನ್ನು ಕೀಪಪ್ ಮಾಡೋದು ಅಂತ ಹೇಳಿದರೆ ಬಹಳ ಕಷ್ಟ. ಫಸ್ಟಿನವರು ಮತ್ತು ಲಾಸ್ಟಿನವರು ಪ್ರತಿಯೊಬ್ಬರೂ ಆ್ಯಕ್ಟಿವ್ ಆಗಿರಬೇಕು. ಇದಕ್ಕೆ ಸಾಕಷ್ಟು ತರಬೇತಿಯನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ ನಿಮ್ಮ ಅಧ್ಯಾಪಕ ಬಂಧುಗಳು. ಕೇವಲ ಸಮಯಕ್ಕಾಗುವಾಗ ನಾವು ಅಭ್ಯಾಸ ಮಾಡೋದಲ್ಲ. ನೀವು ಫುಟ್ಬಾಲ್ ಆಟಗಾರನನ್ನು ನೋಡಿರ್ಬೋದು, ಅವರು ಗ್ರೌಂಡಿನಲ್ಲಿ ಕಾಲಲ್ಲಿ ಹೀಗೇ ಮಾಡುತ್ತಾ ಇರುವುದು ಯಾವಾಗಲೂ. ಅಧ್ಯಾಪಕ ಬಂಧುಗಳ ಇದು ಮಾರ್ಗದರ್ಶನವನ್ನು ಪಡೀರಿ. ಆಮೇಲೆ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನಿನ್ನೆ ಈ ಸ್ಪೋರ್ಟ್ಸಿನಲ್ಲಿ ಒಟ್ಟು 39 ಜನ ಅಂತ ಹೇಳಿದರು ಮುಖ್ಯೋಪಾಧ್ಯಾಯರು. ಹಾಗಾಗಿ ಈ 39 ಅಲ್ಲ, ಸ್ಪರ್ಧೆಯಲ್ಲಿ ಭಾಗವಹಿಸಿದ ಎಲ್ಲರನ್ನೂ ಕೂಡ ವ್ಯವಸ್ಥಾಪಕರೆನ್ನುವ ನೆಲೆಯಲ್ಲಿ ನಾನು ಅಭಿನಂದಿಸ್ತೇನೆ. ബഹുമാന പಡೆದവರನ್ನು മറ്റു അഭിനന്ദിಸ್ತೇನೆ. 39 കുട്ടികളോളം സബ് ജില്ലാ മത്സരത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഇവിടുത്തെ അധ്യാപകരുടെ വലിയൊരു സഹായവും സപ്പോർട്ടെല്ലാം ഉണ്ടായിട്ടെന്ന് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ മത്സരത്തിൽ ഇനിയും വരും ദിവസങ്ങളിൽ ಜಿಲ್ಲಾತಲത്തിലേക്കും സ്റ്റേറ്റ് തലത്തിലേക്കും എത്താൻ കഴിയട്ടെ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆಂದು ಆಶಂಸಿಸಿಕೊಂಡು ನಮ್ಮ ಕೊಂಟಿಗಾನ ಶಾಲೆಯ ಚರಿತ್ರೆಯಲ್ಲೇ ಮೊದಲ ಬಾರಿಗೆ ಅಂತ ಹೇಳ್ಬೋದು. ಬಹಳ ಹೆಮ್ಮೆ ಆಗ್ತಾಯಿದೆ ಈ ಸಂದರ್ಭದಲ್ಲಿ. ಯಾಕಂತ ಹೇಳಿದರೆ ಸಬ್ ಜಿಲ್ಲಾ ಮಟ್ಟದಲ್ಲಿ ನಮ್ಮ ಹ್ಯಾಂಡ್ಬಾಲ್ ತಂಡವು ಹುಡುಗರ ಹಾಗೂ ಹುಡುಗಿಯರ ವಿಭಾಗದಲ್ಲಿ ವಿಜೇತರಾಗಿದ್ದಾರೆ. ಅದೇ ರೀತಿ ರಿಲೇಯಲ್ಲಿ, ಅದೇ ರೀತಿ ಲಾಂಗ್ ಜಂಪ್ ಹಾಗೂ ಓಟ ಸ್ಪರ್ಧೆಗಳಲ್ಲಿ ನಮ್ಮ ಮಕ್ಕಳು ವಿಜೇತರಾಗಿದ್ದಾರೆ ಅನ್ನುವಂಥ ಈ ಸಂದರ್ಭದಲ್ಲಿ ಬಹಳ ಖುಷಿಯಿಂದ ನಾವು ನಿಮ್ಮನ್ನೆಲ್ಲರನ್ನು അഭിനന്ദിಸ್ತಾ ഇದ್ದೇವೆ. സ്കൂളിലേക്ക് നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോയിട്ടുണ്ടായി സബ് ജില്ലക്ക്. അപ്പോൾ ജില്ലാ ടീമിൽ എന്നെ തിരഞ്ഞെടുത്തിന്. പിന്നെ നമ്മളെ സ്കൂളിൽ തന്നെ ഹാൻഡ്ബോൾ ഉണ്ടായി സബ് ജില്ല. അതിൽ നമ്മൾ തന്നെ ജയിച്ചിന്, ഗേൾസും ബോയ്സും. അതിൽ നമ്മളെ ജില്ലക്ക് തിരഞ്ഞെടുത്തിന്. നമ്മുടെ സ്കൂളിൻ്റെ തന്നെ അഭിമാനമാണ്. 39 പേര് നമ്മൾ സ്പോർട്സിലും ഗെയിംസിലുമായിട്ട് ವಿನ್ನರ್ಸ್ ಆയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ಸ್ಕೂಲಿನ ಅಭಿಮಾನമാണ്. ನಮ್ಮ ಶಾಲೆಗೆ ಹೆಮ್ಮೆಯ ವಿಷಯ 39 ಮಕ್ಕಳು ಸಬ್ ಜಿಲ್ಲೆಯಲ್ಲಿ ಸ್ಪೋರ್ಟ್ಸ್ ಮತ್ತು ಆಟೋಟ ಚಟುವಟಿಕೆಯಲ್ಲಿ ಗೆದ್ದಿದ್ದಾರೆ. ನಮ್ಮ ಮ್ಯಾನೇಜರ್ ಎಲ್ಲ ಬಂದು
ಬದಿಯಡ್ಕ ಪಂಚಾಯತಿನವರು ಬಂದು ಅಭಿನಂದನೆ ಹೇಳಿದ್ದಾರೆ. PTA ಪ್ರೆಸಿಡೆಂಟ್ ಎಲ್ಲ ತುಂಬ ಹೊಗಳಿದ್ದಾರೆ.